ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 10ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കുടുംബ ചെലവ്. രണ്ട് തരത്തിലുള്ള കുടുംബ ചെലവുണ്ട്. ഒന്ന് പ്രതീക്ഷിക്കുന്ന ചെലവും മറ്റൊന്നാണ് അപ്രതീക്ഷിത ചെലവ്. അതായത് എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ. അതായത് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ഒരു കാലയളവിലേക്ക് ഒരു നിശ്ചിത കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ക്യാഷ് മാറ്റി വയ്ക്കുന്നത്, അതാണ് പ്രതീക്ഷിത ചെലവ്. അത് അപ്രതീക്ഷിതമായിട്ട് വരുമ്പോൾ എന്താണത്? അതായത് പ്രകൃതി ദുരന്തങ്ങളും മറ്റ് നമുക്ക് രോഗങ്ങളൊക്കെ വരുന്നതാണ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ബജറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നിശ്ചിത കാലയളവിലേക്ക് കുടുംബത്തിന് പ്രതീക്ഷിക്കാവുന്ന വരവും ചെലവും ഒക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഒരു ധനരേഖയാണ്. ഫാമിലി ബഡ്ജറ്റ് ഈസ് ദ ഫൈനാൻഷ്യൽ പ്ലാൻ ദാറ്റ് ഈസ് പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ ദ എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഫാമിലി ഇൻ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. അതുപോലെ തന്നെ നമ്മൾ പൊതുച്ചെലവുകൾ എന്ന് പറയുന്നുണ്ട്. പൊതുച്ചെലവുകൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? അതായത് വികസനത്തിനും ഒക്കെ ആയിട്ട് സർക്കാർ ചെലവഴിക്കുന്ന പണമാണ് പൊതുച്ചെലവുകൾ എന്ന് പറയുന്നത്. ഈ പൊതുചെലവുകൾ തന്നെ രണ്ട് തരമുണ്ട്. ഒന്ന് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനായിട്ട് നമ്മൾ റോഡ്, ഹാർബേഴ്സ് ഒക്കെ, ബ്രിഡ്ജസ് ഒക്കെ ഉണ്ടാക്കില്ലേ. അതുപോലെ തന്നെ വികസനേതര ചെലവ്, ഈ നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്. അതെന്തൊക്കെയാണ്? നമ്മൾ ഡിഫൻസിനും ഇൻട്രസ്റ്റ്, പെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് മാറ്റിവെക്കുന്നത്. ഇതിനുള്ള ക്യാഷൊക്കെ നമുക്ക് എങ്ങനെ കിട്ടുന്നത്? പൊതുവരുമാനത്തിൽ നിന്നാണ്, അഥവാ പബ്ലിക് റവന്യൂവിൽ നിന്നാണ്. ഇത് നമ്മൾ എന്താണ് കിട്ടുന്നത്? നമുക്ക് ടാക്സും ഉണ്ട്, അതുപോലെ തന്നെ നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 10ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കുടുംബ ചെലവ്. രണ്ട് തരത്തിലുള്ള കുടുംബ ചെലവുണ്ട്. ഒന്ന് പ്രതീക്ഷിക്കുന്ന ചെലവും മറ്റൊന്നാണ് അപ്രതീക്ഷിത ചെലവ്. അതായത് എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ. അതായത് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ഒരു കാലയളവിലേക്ക് ഒരു നിശ്ചിത കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ക്യാഷ് മാറ്റി വയ്ക്കുന്നത്, അതാണ് പ്രതീക്ഷിത ചെലവ്. അത് അപ്രതീക്ഷിതമായിട്ട് വരുമ്പോൾ എന്താണത്? അതായത് പ്രകൃതി ദുരന്തങ്ങളും മറ്റ് നമുക്ക് രോഗങ്ങളൊക്കെ വരുന്നതാണ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ബജറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നിശ്ചിത കാലയളവിലേക്ക് കുടുംബത്തിന് പ്രതീക്ഷിക്കാവുന്ന വരവും ചെലവും ഒക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഒരു ധനരേഖയാണ്. ഫാമിലി ബഡ്ജറ്റ് ഈസ് ദ ഫൈനാൻഷ്യൽ പ്ലാൻ ദാറ്റ് ഈസ് പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ ദ എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഫാമിലി ഇൻ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. അതുപോലെ തന്നെ നമ്മൾ പൊതുച്ചെലവുകൾ എന്ന് പറയുന്നുണ്ട്. പൊതുച്ചെലവുകൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? അതായത് വികസനത്തിനും ഒക്കെ ആയിട്ട് സർക്കാർ ചെലവഴിക്കുന്ന പണമാണ് പൊതുച്ചെലവുകൾ എന്ന് പറയുന്നത്. ഈ പൊതുചെലവുകൾ തന്നെ രണ്ട് തരമുണ്ട്. ഒന്ന് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനായിട്ട് നമ്മൾ റോഡ്, ഹാർബേഴ്സ് ഒക്കെ, ബ്രിഡ്ജസ് ഒക്കെ ഉണ്ടാക്കില്ലേ. അതുപോലെ തന്നെ വികസനേതര ചെലവ്, ഈ നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്. അതെന്തൊക്കെയാണ്? നമ്മൾ ഡിഫൻസിനും ഇൻട്രസ്റ്റ്, പെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് മാറ്റിവെക്കുന്നത്. ഇതിനുള്ള ക്യാഷൊക്കെ നമുക്ക് എങ്ങനെ കിട്ടുന്നത്? പൊതുവരുമാനത്തിൽ നിന്നാണ്, അഥവാ പബ്ലിക് റവന്യൂവിൽ നിന്നാണ്. ഇത് നമ്മൾ എന്താണ് കിട്ടുന്നത്? നമുക്ക് ടാക്സും ഉണ്ട്, അതുപോലെ തന്നെ നോൺ ടാക്സ് റവന്യൂ ഉണ്ട്.